ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കല്യാണി ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ദീപം എടുത്തിരിക്കുക. അപ്പോൾ ദീപ പറയാം, മോളെ സൂക്ഷിക്കണം, മോളെ കൊല്ലാൻ പ്രതിജ്ഞ എടുത്തവരുടെ അടുത്തേക്കാണ് മോൾ പോണത് എന്ന ഓർമ്മ എപ്പോഴും ഉണ്ടാവണം എന്ന് പറയുവാണേ. അപ്പം അതുപോലെ ആരൊക്കെയാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ, നിൻ്റെ അച്ഛനെയും സരിയനെയും പറ്റിയൊക്കെ ഞാൻ ഈ പറയണേന്ന് പറയുമ്പോൾ കല്യാണി പറയാം, അമ്മ അച്ഛൻ്റെ കാര്യം വിട്ടേക്ക്, അച്ഛൻ പഴയ പോലെ ആവില്ല എന്തായാലും. സരയുവിൻ്റെ കാര്യം അങ്ങനെ വിശ്വാസത്തിലെടുത്തിട്ടൊന്നുമില്ല. അവളെ ഞങ്ങൾ അവിടെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടാണ് കൂടെ നിൽക്കുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. ആ സമയത്തേക്ക് കിരൺ അങ്ങോട്ട് വരിക. കിരൺ പറയാം, അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇവളെ ഒറ്റയ്ക്ക് അങ്ങനെ സരയുവിൻ്റെ അടുത്തോട്ടൊന്നും വിടത്തില്ല, പോകുമ്പോൾ ഞാനും കൂടെ പോവും എന്ന് പറയാണ്. കിരണം ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദീപ പറയണം, മോളെ ഇപ്പോൾ താര പാവമാണ്, അവളുടെ അടുത്താണ് ഇപ്പോൾ അവൾ നിൽക്കുന്നത്, അതുകൊണ്ട് അത് സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ താരയെ പലവട്ടം അവൾ കൊല്ലാൻ ശ്രമിച്ചതൊക്കെയാണ്, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ കല്യാണി പറയാം, അത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടമ്മേ, ഞങ്ങൾക്ക് അതിൽ ആശങ്കയുണ്ട്, മോള് പരിഗണിച്ചൊരു സന്തോഷത്തിലാണ്, ഇനി കൊന്നാലും വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ താരാൻ്റെ അവിടെ നിൽക്കുന്നതെന്ന് പറയുവാണേ. അപ്പോൾ ദീപ പറയാം, ദേ കാറും കൊണ്ട് ബാലേട്ടൻ എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ കാറ് വന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കാറിൽ നിന്ന് പ്രകാശനാണ് കേട്ടോ ഇറങ്ങണത്. കല്യാണി ചിരിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. അപ്പോൾ പ്രകാശനും ചിരിക്കുന്നുണ്ട്, വെള്ളമുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടാട്ടോ പ്രകാശൻ ഇറങ്ങി വരുന്നത്. കിരണം കല്യാണി ദീപയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ദീപ പറയും, ഇയാൾ എന്തിനാ കാറും കൊണ്ട് വന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ കല്യാണി പറയുക, കാലൊക്കെ ശരിയായി വച്ചാന്ന് ചോദിക്കുവാണേ. അപ്പോൾ പ്രകാശൻ പറ, ശരിയായി മോളേ എന്ന് പറയുവാണേ. പ്രകാശൻ കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണെന്ന് പറയും. കിരൺ പറയാം, ബാലേട്ടൻ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കും. പ്രകാശൻ പറയുകയാണ്, ബാലനൻ ഉണ്ടായിരുന്നു, ഞാൻ പോകാമെന്ന് പറഞ്ഞ് നിങ്ങളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ്, വണ്ടിയുടെ വളയം പിടിക്കുമ്പോഴെങ്കിലും എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ സാധിക്കുമല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ ദീപ പറയാം, വളയമൊക്കെ പിടിക്കുന്നതൊക്കെ കൊള്ളാം, മനഃപൂർവ്വം എങ്ങോണ്ട് ഇടിച്ചിവരെ കൊന്നു കളയരുത് എന്ന് പറയുകയാണ്. കല്യാണി പറയേ, അമ്മ എന്ത് വർത്താനേ ഈ പറയുന്നതെന്ന് പറയുക. അപ്പോൾ പ്രകാശൻ പറയുകയാണ്, ദീപ അതൊക്കെ പറഞ്ഞോട്ടെ മോളെ, അതൊക്കെ കേൾക്കാനുള്ള അവകാശമാണ് ഇപ്പോൾ എനിക്കുള്ളത്, കാരണം ഞാനതിന് മാത്രം ദ്രോഹമൊക്കെ ചെയ്തതല്ലേ, ആരായാലും അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുള്ളൂ എന്ന് പറയണം. ദീപ പറയുകയാണ്, അതെ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ദുഷ്ടത്തരമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞേക്കണം എന്ന് പറയാം, അത് പിള്ളേർക്ക് തിരിച്ചടിയൊന്നും കൊടുക്കാൻ നിൽക്കരുതെന്ന് പറയുവാണേ. അപ്പോൾ കല്യാണി പറയാം, അച്ഛൻ മാറി എന്ന് അമ്മ മനസ്സിലാക്കാൻ കുറച്ച് സമയം കൂടി എടുക്കും, അതുകൊണ്ട് അച്ഛൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രകാശം പറയുക, എനിക്ക് വിഷമമൊന്നുമില്ല മോളെ, ഇതൊക്കെ പറയാനുള്ള അവകാശം ദീപയ്ക്കുണ്ടല്ലോ, അത് കേൾക്കാനുള്ള അർഹതയെ എനിക്കുള്ളൂ എന്ന് പറയുക. അപ്പോൾ കിരൺ പറയാം, ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് കാറെടുത്ത് പുറത്തിറങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശം പറയാം, അയ്യോ അല്ല മോനെ, ഇപ്പോൾ ഓക്കെയാണ്, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും എന്ന് പറയുക. അപ്പോൾ കല്യാണി പറയാം, പോകാം കിരണേട്ടാന്ന് പറയുകയാണ്. അപ്പോൾ കിരണം പറയാം, പോകാമെന്നും പറഞ്ഞിട്ട് അവർ ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇറങ്ങിയതിന് ശേഷം പ്രകാശം വണ്ടിയിൽ കയറുമ്പോൾ ദീപയെ നോക്കുന്നുണ്ട്, കിരൺ ഫ്രണ്ട് സീറ്റിലും കയറുന്നുണ്ട്, കല്യാണി ബാക്കിലും കയറുവാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ പോവാണ്. എന്തായാലും അച്ഛൻ ഓടിക്കട്ടെ, അച്ഛൻ ഓടിച്ചിട്ട് എന്തെങ്കിലും വല്ലായ്മ തോന്നി കിരണോട്ടം കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് വണ്ടി അങ്ങെടുത്ത് പോകുന്ന സമയത്തേക്ക് നമ്മുടെ ദീപ പ്രാർത്ഥിക്കുക, ഈശ്വര ഇയാളുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല, ദൈവമേ കാത്തോണേ എന്ന് പറയുവാണ് കേട്ടോ. വണ്ടിയിൽ അവർ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കിരൺ ചോദിക്കുക, ഡ്രൈവിംഗ് എക്സ്പെർട്ട് കഴിഞ്ഞാൽ ഇനി ഞങ്ങളോടൊപ്പം തന്നെ കൂടാമെന്ന് പറയുമോ? കല്യാണി, അതാനും ഞാനും ചോദിച്ചേ, ബാലൻ മാമയുടെ പണിയൊക്കെ കളയൂ അച്ഛാന്ന്. അപ്പോൾ പ്രകാശം പറയാം, മോളെ ആരുടെയും പണി കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പിന്നെ നിങ്ങളോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ കിരൺ പറയുക, യാത്ര ചെയ്യുന്നതൊക്കെ കൊള്ളാം, ഇപ്പോഴത്തെ വണ്ടികൾക്ക് അങ്ങനെ ബ്രേക്കൊന്നും പോകുന്നില്ല, പിന്നെ മനഃപൂർവ്വം ബ്രേക്ക് കളയാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുക. പ്രകാശം പറയാം, എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്, മോൻ എന്നെ പൂർണ്ണമായും വിശ്വാസമായിട്ടില്ല എന്ന് തോന്നുന്നു. കിരൺ പറയാം, അല്ല ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ കല്യാണി പറയുക, കിരണേട്ടന് അച്ഛന് വിശ്വാസമൊക്കെ തന്നെയാണ്, പൂർണ്ണ വിശ്വാസം, പക്ഷേ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ തെട്ടി വരുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നുള്ള, അത്രയേ ഉള്ളൂ, അച്ഛനൊന്നും കരുതണ്ടെന്ന് പറയുവാണേ. പ്രകാശൻ പറയാം, മോളെ എനിക്കൊരു കുഴപ്പമില്ല മോളെ, ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഞാൻ, പഴയ പ്രകാശൻ എന്നേ മരിച്ചു കഴിഞ്ഞു, ഇനി അങ്ങോട്ട് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല, അത് ഞാൻ കാലം തെളിയിക്കുമെന്ന് പറയുകയാണ്. കിരൺ പറയാം, വിക്രം ജയിലിൽ കിടക്കുന്നതുകൊണ്ട് അച്ഛനും മകനും ഏത് നേരം കാണാനും പറ്റുന്നില്ല, അവൻ പുറത്ത് വരുമ്പോൾ നിങ്ങളുടെ ചിന്താഗതികൾക്ക് മാറ്റം വരാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ്. അപ്പോൾ പ്രകാശം പറയാം, ഒരിക്കലും ഇല്ല മോനെ, കാരണം എൻ്റെ പെൺമക്കളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല, കാരണം എന്ത് വിക്രം ആവശ്യപ്പെട്ടാലും ഞാൻ നടത്തി കൊടുക്കുമായിരുന്നു, പക്ഷെ അതിൻ്റെ തിരിച്ചടി എനിക്ക് കിട്ടിയിരിക്കുകയാണ്, എൻ്റെ പെൺമക്കളെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് തൊടാൻ ഞാൻ കൊടുക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ശരിക്കും കിരൺ നല്ലൊരു വിശ്വാസം പോലെ ഫീൽ ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഇതേ സമയത്ത് നമ്മുടെ സ്റ്റെഫി റോഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ
അവൾക്കിത് കാണുന്നുണ്ട്. എന്താ പ്രകാശൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതും കിരണും കല്യാണം ഇരിക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട്. അവൾ നേരെ ജയിലിലോട്ടാണ് എത്തുന്നത് കേട്ടോ. ആ സമയത്ത് ഗംഗപ്രസാദിനൊരു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് അങ്ങോട്ട് വരുമ്പോൾ സ്റ്റെഫിയെ കാണുവാണ് കേട്ടോ. എന്തെങ്കിലും പുതിയ വിവരമായിട്ടാണോ നീ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുക, അതെ, നിൻ്റെ ഒപ്പം ഒരുത്തൻ കിടക്കുന്നില്ലേ ആ വിക്രം, അവൻ്റെ അച്ഛനില്ലേ, അച്ഛൻ കിരണിൻ്റെയും കല്യാണിയുടെയും ഇപ്പോൾ ഡ്രൈവറായിട്ട് പോകുന്നത് ഞാൻ കണ്ടു, അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നേന്ന് പറയുന്നുണ്ട്. ഗംഗ പറയാം, ഓ പൂർണ്ണമായും മറുകണ്ഠം ചാടിയോ അങ്ങേര്? സ്റ്റെഫി പറയുക, ഒന്നും അറിയില്ല, അയാൾ ചാടിയെന്നാണ് എനിക്ക് തോന്നുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ നീ അത് വിക്രത്തെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാൻ വന്നതെന്ന് പറയുന്നത്. ഗംഗ പറയുക, പിന്നെ അല്ലെങ്കിൽ അയാൾ മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് അയാളെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് എടുക്കാമെന്നും പറയുവാണേ. അപ്പോൾ നേരെ ഗംഗ പറയാം, അത് വേണ്ട, ഇവിടെ കിടക്കുന്ന രാഹുൽ അങ്കിൾ ഇവിടെ ജയിലിലെത്താനുള്ള കാരണക്കാരനും അയാളാണെന്ന് രാഹുൽ അങ്കിൾ ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് പൂർണ്ണമായി മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ട. ഇവിടെ ഞങ്ങൾക്ക് കൂട്ടായിട്ട് റോബർട്ട് വന്നിട്ടുണ്ട്. റോബർട്ടിനെ നിനക്ക് ഓർമ്മയില്ലേന്ന് ചോദിക്കുവാണേ. എടേ, റോബർട്ടിനെ നീ അറിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം മനസ്സിലായി, അവനെ കോടതി ശിക്ഷിച്ച വാർത്തയൊക്കെ ഞാൻ ടി വിയിലൂടെ കണ്ടിരുന്നു. മനോഹർ എന്നല്ലേ മറ്റല്ലേ, മൂന്നാർ മുരുകൻ. അല്ല, നിൻ്റെ അടുത്ത് അവൻ വന്ന് കൂടിയ സമയത്ത് റോബർട്ട് എന്നല്ലായിരുന്നോ പേര്? ശരിയാ, ഒരു നിമിഷം ഞാൻ നിന്നെപ്പോലും മറന്നുപോയൊരവസ്ഥയുണ്ടായിരുന്നു. അവൻ അത്രയ്ക്ക് പെണ്ണുങ്ങളെ വളയ്ക്കുന്നവനാണെന്ന് പറയുവാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അത്രയ്ക്ക് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ തികഞ്ഞവനാണെന്ന് പറയാം. അപ്പം നേരെ ഇവിടെ ഒരു കല്യാണം കഴിച്ചവർക്ക് ജീവിക്കാൻ പാടില്ല, അവനാകെ കോടതി പറയുന്ന 66 കല്യാണങ്ങളെന്നൊക്കെയാണ്. അപ്പോൾ സ്റ്റെഫി പറയാണ്, ഓ അത്രയൊക്കെ കല്യാണങ്ങളോ? അപ്പം അതിൻ്റെ കൂടെ മക്കളും ഉണ്ട് ഇവനെന്ന് പറയാം. അപ്പം ഇവൻ പറയും, ഗംഗപ്രസാദ് പറയാം, അവനും 66 കോടതി ചിലപ്പോൾ കണ്ടെത്താത്ത കുറേ എണ്ണം കാണും, പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പം ഒരു മനുഷ്യന് ജീവിക്കാൻ തന്നെ പാടാണ്. പിന്നെ ചിലപ്പോൾ മിക്കവാറും രാഹുലിൻ്റെ അങ്കിളിൻ്റെ കൈ കൊണ്ടായിരിക്കും മനോഹറിൻ്റെ അന്ത്യം എന്നൊക്കെ പറയുക. പിന്നെ അപ്പം എന്തായാലും വിക്രത്തിൻ്റെ അച്ഛൻ്റെ കാര്യം ഞാൻ അവനോട് പറയാം. അപ്പോൾ കല്യാണി കിരണും നെയും ചാവേറാക്കാൻ പറ്റിയ ഒരുത്തനാണ് നമുക്ക് വിക്രം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുറത്തേക്കുള്ള വരവ് എന്നാടാന്ന് ചോദിക്കാൻ പറയാം, അതൊന്നും അറിയില്ല, ഞാനിവിടെ പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട്, നീ വരുന്നത് വരെ സൂക്ഷിക്കുക. പിന്നെ വിക്രത്തിന് ചിലപ്പോൾ പരോള് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ സമയത്ത് നേരെ ഗംഗ ചെവി വന്ന് കണ്ടിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നേരെ ഗംഗ വന്നിട്ട് ചോദിക്കുക, അപ്പോൾ വിക്രം ചോദിക്കുക, അല്ല ഗംഗേട്ടൻ ആരാ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ സ്റ്റെഫി ആടാ കാണാൻ വന്നത്. സ്റ്റെഫി നിൻ്റെ ഒരു വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിൻ്റെ അച്ഛൻ ഇപ്പോൾ കല്യാണിയുടെ നിൻ്റെ അളിയൻ്റെ പെങ്ങളുടെ ഒപ്പമാണ് ഡ്രൈവറായിട്ട് കൂടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ഓ അങ്ങേറെ കാലൊക്കെ ശരിയായോ, കാലിന് സ്വാതന്ത്ര്യം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഏത് കാലിലാടാ പരിക്കെന്ന് ചോദിക്കുമ്പോൾ പറയുക, ഇടത് കാലിലായിരുന്നു. അപ്പോൾ വിക്രം പറയാം, ഇടതല്ലേ, അപ്പോൾ നിൻ്റെ അച്ഛൻ ഓട്ടോമാറ്റിക്കൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ, പിന്നെ അത്യാവശ്യം മെക്കാനിക്കും എല്ലാം അറിയാവുന്ന മനുഷ്യനാണല്ലോ. അപ്പോൾ എന്തായാലും കൊള്ളാം, മകനോടുള്ള സ്നേഹമൊക്കെ പോയി എന്നാണ് തോന്നുന്നതെന്ന് പറയാം. അമ്മൂമ്മ മറുകണ്ഠം ചാടിയതുപോലെ അങ്ങേരും മറുകണ്ഠം ചാടിയെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയാം. സ്റ്റെഫിയെ വളക്കാൻ പണ്ട് കുറേ പൈസയൊക്കെ മുടക്കാനും പിന്നാലെ നടന്നു, അവൾ പൈസക്കാരത്തിയാന്നൊക്കെ വിചാരിച്ച് നടന്നവനാണ് നമ്മുടെ മനോഹർ എന്നൊക്കെ വിക്രത്തോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് തന്നെ ഗംഗപ്രസാദ്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഓഫീസിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പോരുന്ന വഴിക്ക് കിരണും കല്യാണിയൊക്കെ കൂടി നല്ല രീതിയിൽ സംസാരിച്ച് പ്രകാശനൊക്കെ ആയിട്ട് സംസാരിച്ച് പോവുക. അപ്പോൾ പ്രകാശൻ പറയുവാണ്, മോനെ എനിക്ക് ഒത്തിരി പൈസ കല്യാണി മോള് മുടക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പറയും, അതൊന്നും സാരമില്ല, അത് മക്കളാകുമ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്, അതിലൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ടാന്ന് പറയുവാണേ. അപ്പോൾ നേരെ ഓണത്തിൻ്റെ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ്. നമ്മുടെ രതീഷ് ഉണ്ട്, മാനേജറുണ്ട്, പിന്നെ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം മാനേജർ പറയാം, മിക്കവാറും ഓണത്തിൻ്റെ പൈസയൊന്നും ആരും തിരിച്ചിടവ്, എല്ലാവർക്കും അഡ്വാൻസ് ഒന്നുമില്ല, ആ പൈസയൊന്നും തിരിച്ചു കൊടുക്കേണ്ടെന്ന് കല്യാണി മാഡം കല്യാണി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അയ്യോ അത് അടിപൊളിയായല്ലോ, എന്തായാലും ചിലവാക്കി തീർന്നു എന്നൊക്കെ സെക്യൂരിറ്റി പറയുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് കല്യാണി മോളുടെ ഒരു എന്താണ്, കാരണം പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്ത് ആ പൈസയൊന്നും തിരിച്ചു പിടിക്കുന്നത്, അത് ജനങ്ങൾക്ക് ഓരോ ആവശ്യങ്ങൾക്ക് എടുത്തോട്ടെ എന്നൊക്കെ അവർ പറയുവാണ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്തേക്ക് കാർ വന്ന് നിൽക്കുക. അപ്പോൾ സെക്യൂരിറ്റി ചോദിക്കും, ഇതാരാ പുതിയ ഡ്രൈവർ? അപ്പോൾ രതീഷിനാകം വല്ലാണ്ടാകുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കാലൊക്കെ റെഡിയായോ എന്ന് മാനേജർ ചോദിക്കുന്നു. ഇപ്പം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, കാറ് എൻ്റെ മെക്കാനിക്സൊക്കെ അറിയുന്ന ആളാണ്. അപ്പോൾ രതീഷ് പറയുകയാണ് കേട്ടോ, അതാ പേടി. എന്താ രതീഷ് ചേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയാം. അല്ല പിന്നെ നിങ്ങൾ എന്തായാലും അപായപ്പെടുത്താതിരുന്നാൽ മതി, അത്രമാത്രമേ എനിക്കുള്ളൂ എന്ന് പറയണേ.
ഞാനിപ്പോൾ വേറൊന്നും വിചാരിക്കുന്നില്ല, ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, പ്രകാശം പറയാം. കാരണം എൻ്റെ പൊന്നുമോളെ ഇങ്ങനെ ഇരുത്തി ഈ ഭാഗ്യത്തോടെ ഇത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു വലിയ ഭാഗ്യമാണെന്ന് പറയുമ്പോൾ രതീഷ് പറയാം അത് ദുർഭാഗ്യമാക്കാതിരുന്നാൽ മതി. ബാലമാമയായിരുന്നു ഡ്രൈവർ. അപ്പം രതീഷ് ബാലമാമ തന്നെ ഡ്രൈവറായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ബാലമാമ അറിയണ്ട, പക്ഷേ ബാലമാമ ഓടിക്കുന്നതിനേക്കാൾ അടിപൊളിയാണ്. ഇങ്ങ് വന്ന കുണ്ടും കുഴിയോ റോഡോ ഒന്നും അറിഞ്ഞില്ല, നല്ല സ്മൂത്തായിട്ട് വന്നു. അപ്പോൾ കിരണം പറയാം അത് ശരിയാട്ടോ, ഇങ്ങോട്ട് വന്നൊന്നും അറിഞ്ഞതേ ഇല്ല. അപ്പോൾ കല്യാണി പറയുക അതെ ഒരു ചായ മാത്രമല്ലേ കുടിച്ചുള്ളൂ, ബാച്ച മരുന്ന് കഴിക്കേണ്ടതല്ല, നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരങ്ങ് കയറി പോവാട്ടോ ചെയ്യുന്നത്. ഇതേ സമയത്ത് അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ സരയു ആണ്. സരയു അവിടെ റെഡി ആവണം, കമ്മലൊക്കെ ഇട്ട് റെഡി ആവണം കേട്ടോ. ആ സമയത്ത് താര വന്നിട്ട് ചോദിക്കാം മോളിത് എവിടെ പോവാന്ന് ചോദിക്കാൻ പറയും. ഞാനൊന്ന് പുറത്ത് പോകാം, പേടിക്കേണ്ട, ഞാൻ പുറത്ത് വിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ എവിടെയാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, അതുകൊണ്ട് അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട. അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ പോയാൽ ഉടനെ തിരിച്ചൊരും, കുഞ്ഞിനെ കൊണ്ടുപോകുന്നൊന്നുമില്ല, കുഞ്ഞ് വിട്ടിരിക്കട്ടെ, അമ്മയും കുഞ്ഞ് വിട്ടിരുന്നാൽ മതി, അമ്മ എന്തായാലും കുഞ്ഞിനെ നോക്കിക്കോളൂല്ലോ, അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ച് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ സരയും അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. താരയ്ക്കാണെങ്കിൽ നല്ലൊരു പേടിയാണ്, ഇനി ഇവളെവിടെ പോവാണ്, ഇവളുടെ അസുഖം കംപ്ലീറ്റ് മാറിയിട്ടില്ല എന്നൊക്കെ ഓർത്തുള്ള ചിന്തകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ.